ഇന്ന് പിന്നെയും ബാപ്പുജി പാർക്കിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ശ്രീകുട്ടിക്ക് ഇവിടെ ഇരുന്ന് ബോറടിക്കുമ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് പറയലാണ് പാർക്കിൽ പോവാന്ന്. വേറെ എവിടേക്കും കുട്ടിക്ക് പോകണ്ട. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ഇത്ര അടുത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇതാണ് കരിമ്പുഴ പാലം കേട്ടോ, ഞങ്ങളുടെ കരിമ്പുഴയാണിത്. അപ്പോൾ ഞങ്ങളങ്ങനെ പാർക്കിൽ കയറി. അവിടെ ഉദ്ഘാടനത്തിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ അന്ന് പോയപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഇപ്പോൾ ചാർജ് കൂട്ടിയിട്ടുണ്ട്. ആദ്യം 20 രൂപയോ എങ്ങാണ്ടോ ആയിരുന്നു എൻട്രി. ഇപ്പോൾ 40 രൂപ ആക്കിയിട്ടുണ്ട്. 20ആണോ 30ആയിരുന്നോ എന്ന് ഓർമ്മയില്ല കേട്ടോ. ഇപ്പോൾ 40 രൂപയാണ്. പിന്നെ അതുപോലെ റൈഡിൽ കയറാനാണെങ്കിലും ചാർജ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. 40 രൂപ ഉണ്ടായിരുന്നത് 50 രൂപ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട്. എല്ലാം ഒന്ന് പുതുക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെയൊക്കെ. എന്നാൽ അവിടെ ഫ്രണ്ടിലുള്ള മറ്റേ റൗണ്ടിലുള്ള യന്ത്രഊഞ്ഞാൽ പോലത്തെ അത് മാത്രം അവരിപ്പോഴും നേരെയാക്കിയിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. പ്രേംകുമാർ വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്തതെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് MLA. പിന്നെ അവിടെയുള്ള സ്റ്റാളാണ്. ശ്രീകുട്ടിക്ക് ചുമയായതുകൊണ്ട് ഐസ്ക്രീമൊന്നും ചോദിക്കില്ല എന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പിന്നെ പെഡൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അതൊന്നും അവൾക്ക് ആയിട്ടില്ല, അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇതിനൊക്കെ എക്സ്ട്രാ ചാർജാണ് കേട്ടോ. ഇതൊന്നും അവൾക്കൊരു പേടിയാണ് അതിലൊക്കെ. അപ്പോൾ അവൾക്ക് അതിലൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായയും കടിയും എന്നുള്ള ഇതിൽ കയറി. അതിന് മുമ്പിൽ തന്നെ ഉള്ള ചായക്കടയായിരുന്നു. ഞങ്ങളവിടെ കയറി ഒരു ചായയും കുടിച്ചു. പിന്നെ ഞങ്ങളവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. ഇന്നലെ ഈവനിങ് അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ ഇത്രയും അടുത്തുള്ള ഈ ബാപ്പുജി പാർക്ക്. അപ്പോൾ എല്ലാവരും വരാം.